പ്രതിപക്ഷ നേതാവ് വി സതീശനെ കുറിച്ച് ഇലക്ട്രിഫിക്കേഷൻ ഷാജഹാൻ ഒരു അശ്ലീല ചുവയുള്ള പോസ്റ്റ് ഇട്ടിട്ട് ഇതുവരെ കോൺഗ്രസ്സുകാർക്ക് അതിനെ സംബന്ധിച്ച് പ്രതിഷേധമോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ പ്രതികരണമോ എന്തിനേറെ പറയുന്നു ഒരു പരാതി പോലും ഇല്ലാത്തൊരവസ്ഥ. കഴിഞ്ഞ ദിവസമാണ്, ഇന്നല്ല 2 ദിവസമാകാൻ പോകുന്നു, ഒരു സ്ത്രീയോടൊപ്പമുള്ള വി സതീശൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് KM ഷാജഹാൻ എന്ന കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷത്തിനെതിരെ വ്യാജത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വായ്പോയ കോടാലി, ആ കോടാലി ഒടുവിൽ സതീശനെതിരെ തന്നെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വ്യാജമാണെങ്കിൽ അതിനെതിരെ ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ പരസ്യമായി പ്രതികരിക്കാനോ സതീശൻ തയ്യാറാകണ്ടേ? പക്ഷെ തയ്യാറായിട്ടില്ല. ഷാജഹാൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രതിപക്ഷ നേതാവ് വി സതീശൻ പ്രത്യേക താല്പര്യമെടുത്ത്, ശ്രദ്ധിക്കുക, പ്രത്യേക താല്പര്യമെടുത്ത് UDFിൽ കൊണ്ടുവന്ന കടലാസ് സംഘടനയായ കോടികളുടെ ആസ്തിയുള്ള കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ നേതാവായ വെള്ളപ്പലത്ത് രാജേന്ദ്രൻ്റെ ഭാര്യ അശ്വിനി നമ്പരമ്പത്ത് വി സതീശനോടൊപ്പം, അശ്വിനി നമ്പരത്താണ് പലപ്പോഴും രാജേന്ദ്രനു പകരം മിക്കപ്പോഴും UDF യോഗത്തിൽ പങ്കെടുക്കാറ്. എങ്ങനെ? രാജേന്ദ്രനു പകരം മിക്കപ്പോഴും അശ്വിനി നമ്പരമ്പത്താണ് UDF യോഗത്തിൽ പങ്കെടുക്കാറ്. അതിനോടൊപ്പം സതീശനുമായി നിൽക്കുന്ന ഒരു ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചെറിയ അശ്ലീല ചുവയുണ്ട്. രാജേന്ദ്രനെ ചേർത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ വാചകങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ദുരുദ്ദേശം അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. എന്ത് വാചകത്തെയും വളച്ചൊടിച്ചു കൊണ്ടുപോകുന്ന കോൺഗ്രസ്സുകാർക്ക് എന്താണ് പ്രതിപക്ഷ നേതാവെന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തിക്കെതിരെ KM ഷാജഹാൻ ഇങ്ങനെ ഒരു അശ്ലീല ചുവയുള്ള പോസ്റ്റ് പങ്കുവെച്ചപ്പോൾ അതിനെതിരെ ഒരു പ്രതികരണവും ഉണ്ടാകാത്തത്? എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഡോക്ടർ പ്രേംകുമാർ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. നാട്ടുകാർ അറിയേണ്ടതാണ്. കാര്യം കോൺഗ്രസ്സുകാർക്ക് ചില അശ്ലീല പരാമർശങ്ങളിലെല്ലാം വല്ലാത്ത സഹിഷ്ണുത ഉണ്ടാകുമ്പോൾ എന്തിനു ഏതിനും പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിച്ചേ എന്ന് ഇടതുപക്ഷക്കാർ പറഞ്ഞാൽ മോങ്ങുന്നവർ ഈ വിഷയത്തിലെ നിശബ്ദതയിൽ എന്തോ നിഗൂഢതയില്ലേ? ഉണ്ടെന്നേ. അത് വളരെ കൃത്യമായിട്ട് പ്രേംകുമാറിൻ്റെ ആ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്: കോൺഗ്രസ്സുകാരുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും കൈമുതലാക്കി പിണറായി വിജയനെയും ഇടതിനൊപ്പം നിൽക്കുന്ന സകലരെയും തെറിവിളിച്ച് ജീവിച്ചു പോകുന്നൊരു മഹാൻ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി സതീശനെയും വേറെ ഒരു സ്ത്രീയെയും ചേർത്ത് വെച്ച് പടച്ചുവിട്ട പോസ്റ്റാണിത്. മുഖം മാസ്ക് ചെയ്തത് ഞാനാണ്. ഇത് തല്ലുകൊള്ളിത്തരവും ശുദ്ധ തോന്നിവാസവുമാകുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വി സതീശനെ എന്നല്ല ഏതൊരാളെപ്പറ്റിയും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്, അപമാനിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. 2, രാജേന്ദ്രൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ജഹാംഗീർ മകൻ ഷാജഹാൻ അപമാനിച്ച അശ്വിനി രാജേന്ദ്രൻ്റെ ഭാര്യയല്ല. വി സതീശനെ ഇങ്ങനെ പച്ചയ്ക്ക് അപമാനിക്കുന്ന ഒരു പോസ്റ്റിനെതിരെ ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകൻ പകൽ വെളിച്ചത്തിലോ നട്ടപ്പാതിരയ്ക്കോ എന്തെങ്കിലും പ്രതിഷേധമോ പരാതിയോ ഉയർത്തിയതായോ ഏതെങ്കിലും ചാനലിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും വാർത്ത വന്നതായോ ഇതുവരെ ഈ ഉള്ളവൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ തൊട്ടടുത്ത DCC ഓഫീസിൽ അറിയിക്കുമല്ലോ. പോറ്റി വളർത്തിയ പഴുതുകളെല്ലാം പാമ്പായി പത്തി വിടർത്തി തിരിഞ്ഞുകൊത്തുന്ന കാലമാണ് കോൺഗ്രസ്സുകാർക്ക്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. വളരെ അർത്ഥവത്തായ വരികളാണ്. ഇതിനോടൊപ്പം തന്നെ ആ സ്ത്രീയുടെ മുഖം മറച്ച ചിത്രവും KM ഷാജഹാൻ്റെ ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചൊക്കെ അശ്ലീല ചുവയോടുകൂടി പ്രചരണമുണ്ടാക്കുമ്പോൾ അതിൽ സത്യമില്ലെങ്കിൽ സതീശനും കുറുവാ സംഘവും ചാടി വീഴേണ്ടതാണ്. പക്ഷേ കുറുവാ സംഘത്തിലെ ഒരാൾ മാറി നിന്ന് സതീശനെതിരെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൽ നിശബ്ദത പാലിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേതോ ഒരു സ്ത്രീയെ രാജേന്ദ്രൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് ചിത്രീകരിച്ച് ഇതുപോലൊരു ചിത്രം പുറത്തേക്ക് വിടുമ്പോൾ അതിൽ പ്രതിഷേധിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെയോ ചില ദുരൂഹ ഇടപാടുകൾ ഇവർ തമ്മിലുണ്ട്. അതുകൊണ്ടാണ് ഇലക്ട്രിഫിക്കേഷൻ ഷാജഹാനൊക്കെ ഇനി എന്ത് പറഞ്ഞാലും സതീശനൊന്നും അതൊരു പ്രശ്നമാകാത്തത്, അതെല്ലാം സഹിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും അതിഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ആളുമാറി സതീശനെതിരെ ഉന്നയിച്ചിട്ടും ആ സ്ത്രീ ഏതെന്നോ ഇല്ലാത്ത കാര്യം പറഞ്ഞു എന്നോ ഒരു പരാമർശം പോലും നടത്താത്ത സതീശനും കോൺഗ്രസ്സുകാരും അടിമുടി ഈ വിഷയത്തിൽ ദുരൂഹമാണെന്ന് പറയേണ്ടി വരികയാണ്. സതീശനെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ പലതരത്തിലുള്ള
കിംവദന്തികൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചില താരക കഥകളായിട്ടൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലെ മറ്റൊരു ബന്ധത്തെക്കുറിച്ചുള്ള കഥകളുമുണ്ട്. അതുപോലെ ഒരു മസാല കഥയായിട്ട് ഇതിനെ പുറത്തേക്ക് വിടുമ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ കോൺഗ്രസ്സുകാർ വന്നില്ലെങ്കിൽ സതീശന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ആരെന്തെഴുതിയാലും തനിക്ക് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എന്തൊക്കെയോ നീറിപ്പുകയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ സത്യാവസ്ഥകൾ മാധ്യമങ്ങൾ ചോദിച്ചു പുറത്തു കൊണ്ടുവരികയോ അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ മനഃപൂർവ്വം ചോദിക്കാതിരിക്കുന്നതിലൂടെ എല്ലാ കാര്യത്തിലും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്നുള്ളത് നാട്ടുകാർ മനസ്സിലാക്കേണ്ടതാണ്.